ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പാർട്സ് ആൻഡ് മെക്കാനിസം ഓഫ് ടൈപ്പ് റൈറ്റർ ക്ലാസ് 6 അല്ലേ, 6ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ക്യാരേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാരേജുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇനി നമുക്ക്, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ ക്ലാസ്സിലും കുറേശ്ശെ അബ്രീവിയേഷൻസ് പഠിച്ചു പോകാം. അപ്പോൾ എല്ലാ ക്ലാസ്സിലും അബ്രീവിയേഷൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കളയാനില്ല, വേഗം തന്നെ കാര്യങ്ങൾ തീർത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പേപ്പർ ഗൈഡിനെ കുറിച്ചാണ് അവസാനം പഠിച്ചു നിർത്തിയത്. പേപ്പർ ഗൈഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാ ഷീറ്റുകളിലും തുല്യമായിട്ടുള്ള മാർജിൻ സ്പേസ് അല്ലേ, ലെഫ്റ്റ് മാർജിൻ കിട്ടുന്നതിന് നമ്മൾ സഹായിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. അവസാനം പറഞ്ഞ എന്താണ്, പേപ്പർ ടേബിളിൻ്റെ ഇടതുവശത്താണ് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നു അല്ലേ, അവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അത് കാരണം എന്താണ്, ഇടത് മാർജിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മാർജിനൽ സ്റ്റോപ്സ് കൂടെ നമ്മൾ പഠിച്ചു പോകണം. എത്ര മാർജിനൽ സ്റ്റോപ്സ് ഉണ്ട്? 2 മാർജിനൽ സ്റ്റോപ്സ് ഉണ്ട്, ഇടതും വലതും അല്ലേ. ഇടതും വലതും 2 മാർജിനൽ സ്റ്റോപ്സ് ഉണ്ട്. എത്ര മാർജിനൽ സ്റ്റോപ്സ് ഉണ്ടെന്ന് വേണമെങ്കിൽ ചോദിക്കാം. എത്രയുണ്ടേ? 2 മാർജിനൽ സ്റ്റോപ്സ് ഉണ്ട് അല്ലേ. എത്രയുണ്ട്? 2 മാർജിനൽ സ്റ്റോപ്സ് ആണ് ഉള്ളത് അല്ലേ. there are 2 മാർജിനൽ സ്റ്റോപ്സ് ഇൻ എ ടൈപ്പ് റൈറ്റർ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഇടതുവശവും വലതുവശവും. കാരണം എന്താണ്, നമുക്ക് പ്രധാനമായിട്ടും ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ഹൊറിസോണ്ടലി ആണല്ലേ. നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ക്യാരേജ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മാർജിൻ വേണം അല്ലേ, അതുപോലെ നമുക്ക് ഇവിടെ വേണം റൈറ്റ് സൈഡിലും മാർജിൻ വേണം. ഓക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് മാർജിൻ എല്ലാ ഷീറ്റിലും ഉറപ്പാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഏതാണ്? പേപ്പർ ഗൈഡാണ് അല്ലേ, പേപ്പർ ഗൈഡാണ്. പക്ഷേ ഈ മാർജിൻ സെറ്റ് ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? നമ്മൾ സെറ്റ് ചെയ്ത് മാർജിനൽ സ്റ്റോപ്സ് അല്ലേ. മാർജിനൽ സ്റ്റോപ്സ് നോക്കാം. അപ്പോൾ 2 മാർജിനൽ സ്റ്റോപ്സ് ഉണ്ട്. മാർജിനൽ സ്റ്റോപ്സ് അത് തന്നെയാണ് ക്യാരേജിൻ്റെ മൂവ്മെൻറ്റിനെ അതിനപ്പുറത്തോട്ട് തടയുന്ന അല്ല, അതിനപ്പുറത്തോട്ട് പോകാതെ തടയുന്ന സാധനം മാർജിനൽ സ്റ്റോപ്സ്. എത്ര മാർജിനൽ സ്റ്റോപ്സ് ഉണ്ട്? 2 മാർജിനൽ സ്റ്റോപ്സ് ഉണ്ട്. നമുക്ക് എത്ര മാർജിൻ ഉണ്ട്? ഇടതും വലതും 2 മാർജിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം 2 മാർജിനൽ സ്റ്റോപ്പ്, ലെഫ്റ്റും റൈറ്റും അല്ലേ. ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഇൻ ദ മാർജിനൽ റാക്ക്. എവിടെയാണ്? മാർജിനൽ റാക്കിലാണ് എന്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്? മാർജിനൽ സ്റ്റോപ്പ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ്? മാർജിനൽ റാക്കിലാണ് എന്താ മാർജിനൽ സ്റ്റോപ്പുകൾ രണ്ടും ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ് എന്തിനു സഹായിക്കുന്നു? ഹെൽപ്സ് ടു ഫിക്സ് ലെഫ്റ്റ് മാർജിൻ, ഇടതുവശത്തെ മാർജിൻ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ്. അതുപോലെ റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ടു ഫിക്സ് റൈറ്റ് മാർജിൻ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന സാധനമാണ് എന്ത്? റൈറ്റ് മാർജിൻ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല നമുക്ക്. ഇനി മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? എന്താണ്? താഴത്തെ പോയിന്റ് നോക്കുക. ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ് കൺട്രോൾസ് ദ മൂവ്മെന്റ് ടുവാർഡ്സ് റൈറ്റ്. എന്ത് ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ് എന്തിൻ്റെ മൂവ്മെൻറ്റിനെ? നമ്മുടെ ക്യാരേജിൻ്റെ മൂവ്മെൻറ്റിനെ എങ്ങോട്ടുള്ള മൂവ്മെൻറ്റിനെയാണ് നിയന്ത്രിക്കുന്നത്? വലതേക്കുള്ള മൂവ്മെൻറ്റിനാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ എന്താ കാര്യം? ഇതാണ് ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ് അല്ല, ഇവിടെയാണ് ലെഫ്റ്റ് മാർജിൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ഇത് വലത് നിന്നും ഇടതേക്ക് നീങ്ങുന്നു ക്യാരേജ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? വലത് നിന്നും ഇടതേക്ക് ക്യാരേജ് നീങ്ങുന്നു. അപ്പോൾ വലത് നിന്നും ഇടതേക്ക് നീങ്ങി ഇതാ ഇത് ഇങ്ങനെ അറ്റം വരപ്പോഴത്തേക്കും അതിനെ നിയന്ത്രിക്കുന്ന സാധനം ഏതാണ്? റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ്. അപ്പോൾ മനസ്സിലായി? റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് ഇടതേക്കുള്ള മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ ഇടതുവശത്തെ മാർജിനൽ സ്റ്റോപ്പ് വലതേക്കുള്ള മൂവ്മെന്റിനെ. എന്താ വലതേക്കുള്ള മൂവ്മെന്റ്? നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാരേജ് റിട്ടേൺ പിടിച്ച് അമർത്തിയിട്ട് നമ്മൾ നേരെ അങ്ങേറ്റം കൊണ്ടുപോകുമ്പോഴത്തേക്കും അതിനെ നിയന്ത്രിക്കുന്നതാണ് എന്ത് നമ്മുടെ ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ്. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെയാണ്. അതായത് ഇത്രയേ ഉള്ളൂ. ക്യാരേജിൻ്റെ മൂവ്മെൻറ്റ് ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും മാർജിനൽ സ്റ്റോപ്പ് ഏതിനാണ് നിയന്ത്രിക്കുന്നത്? ക്യാരേജിൻ്റെ മൂവ്മെൻറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ് എന്തിൻ്റെ? ക്യാരേജിൻ്റെ മൂവ്മെൻറ്റിൻ്റെ റൈറ്റിലേക്കുള്ള മൂവ്മെൻറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത്. അതുപോലെ റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് എന്താണ്? ക്യാരേജിൻ്റെ ഇടതുവശത്തേക്കുള്ള മൂവ്മെൻറ്റിനെയാണ് നിയന്ത്രിക്കുന്നത്. മാറിപ്പോകരുത്. മാർജിൻ ഫിക്സ് ചെയ്യുന്ന കാര്യം എടുത്ത് നേരെ കറക്റ്റാണ്. എന്താണ്? ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ് ഏത് മാർജിൻ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നു? ലെഫ്റ്റ് മാർജിൻ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് ഏത് മാർജിൻ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നു? റൈറ്റ് മാർജിൻ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. മാറിപ്പോവില്ലല്ലോ. അതേസമയം ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ് കൺട്രോൾസ് ദ മൂവ്മെന്റ് ഓഫ് ക്യാരേജ് ടുവാർഡ്സ് റൈറ്റ് അല്ലേ.
അല്ലേ വലതേക്കുള്ള അതെ ഇതെന്താണ് പറഞ്ഞത് നോക്കുക ഇവിടെയാണ് ലെഫ്റ്റ് സൈഡിലാണ് ലെഫ്റ്റ് മാർജിൻ സ്റ്റോപ്പ് ഇരിക്കുന്നത് നമ്മൾ ആ റിട്ടേൺ ലിവർ അമർത്തി അങ്ങേറ്റം കൊണ്ടുപോയിക്കുമ്പോഴത്തേക്ക് ഇതിന് അപ്പുറം പോകാൻ പാടില്ല അല്ലേ അപ്പൊ അതിനുവേണ്ടി എന്താ വലതേക്കുള്ള മൂവ്മെന്റിനെ നമ്മൾ നിയന്ത്രിക്കുന്നത് ഇടതുവശത്തെ മാർജിൻ സ്റ്റോപ്പും ഇടതേക്കുള്ള മൂവ്മെന്റ് നിയന്ത്രിക്കുന്നത് ക്യാരിയറിന്റെ മൂവ്മെന്റ് നിയന്ത്രിക്കുന്നത് വലതുവശത്തെ മാർജിൻ സ്റ്റോപ്പും ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെയാണ് പറഞ്ഞത് ഓക്കെ ഇനി നോക്കാം നമുക്ക് വലതുവശത്തെ മാർജിൻ സ്റ്റോപ്പ് മറ്റൊരു കാര്യത്തിന് എയ്ഡ് ചെയ്യുന്നുണ്ട് കാര്യം എന്താ ഈ രണ്ട് മാർജിനും നമ്മൾ സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ ഇടത് മാർജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അത് ക്ലിയർ ആയിട്ട് എല്ലാത്തിനും വരിയായിട്ട് തന്നെ വീഴും കാര്യം അവിടെ നമ്മളൊരു വാക്ക് തുടങ്ങുന്ന സ്ഥലമായിരിക്കും പക്ഷേ വലത് മാർജിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വാക്ക് അവസാനിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമ്മളവിടെ മാർജിൻ റിലീസൊക്കെ ചെയ്യാറുണ്ട് അല്ലേ ചെയ്തിട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ ഹൈഫണേറ്റ് ചെയ്യും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വലിയ വേർഡാണ് അവസാനത്തെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഹൈഫണേറ്റ് ചെയ്യും അപ്പോൾ അതിനെല്ലാം കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ എത്താറായി വലത് മാർജിൻ എത്താറായി എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട് എന്താണ് ബെല്ല് വെച്ചിട്ടുണ്ട് ടിങ് ഒരു ടിങ് സൗണ്ട് കേൾക്കും ബെല്ല് അപ്പോൾ നോക്ക് റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് ഹെൽപ്സ് ഇൻ പ്രൊഡ്യൂസിങ് ബെൽ സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ നോക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് ഇങ്ങേറ്റം എത്തുമ്പോഴത്തേക്കും എത്താറായി നമ്മളെ അറിയിക്കുന്ന ഒരു ബെൽ സൗണ്ട് ആ സൗണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് ഓക്കെ അവിടെ അല്ലേ നിർത്തേണ്ടേ അല്ലേ വലതുവശത്തല്ലേ നമ്മൾ നിർത്തേണ്ടത് അപ്പോൾ അവിടെ എത്താറാകുമ്പോഴത്തേക്കും ഈ ബെൽ സൗണ്ട് ഉണ്ടാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന മാർജിനൽ സ്റ്റോപ്പാണ് റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് മാറിപ്പോകത്തില്ലല്ലോ കാര്യം എന്താ ലെഫ്റ്റ് മാർജിൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും കോമൺ ആയിരിക്കും കാരണം കാരണം അവിടെയാണ് നമ്മൾ തുടങ്ങുന്നത് അവിടെ കറക്റ്റ് വരെയായിരിക്കും അല്ലേ റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് വരെ തന്നെ കിട്ടണം അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം കാരണം നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം ആ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി നിങ്ങൾ അറിയിക്കുന്ന ബെല്ല് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ആ ബെല്ല് ടിങ് സൗണ്ട് കേട്ടിട്ടുണ്ട് ടിങ് സൗണ്ട് കേൾക്കുമ്പോൾ ടീച്ചർ വന്ന് പറയും നോക്ക് ഇനി എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കും അല്ലേ 5 എണ്ണമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അടിച്ചുകൊണ്ടെങ്കിൽ ടൈപ്പ് നമ്മൾ നിർത്തും അല്ലേ അതെല്ലാം നമ്മൾ എന്തെങ്കിലും ഹൈഫണേറ്റ് ചെയ്യും ഇതാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ റിലീസ് കീ അമർത്തും അല്ലേ ഇത്രയാണ് ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക മാർജിനൽ സ്റ്റോപ്പുകൾ 2 മാർജിനൽ സ്റ്റോപ്പ് ഉണ്ട് ഇടതും വലതും അല്ലേ ലെഫ്റ്റും റൈറ്റും അല്ലേ മറന്നുപോലല്ലോ അതുപോലെ നോക്കാം ഇത് എവിടെയാണ് മാർജിനൽ റാക്കിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് മാർജിനൽ റാക്കിലാണ് മാർജിനൽ സ്റ്റോപ്പുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് അതുപോലെ ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ് ഇടതുവശത്തെ മാർജിൻ ഫിക്സ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു അതുപോലെ റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് വലതുവശത്തെ മാർജിൻ നമ്മളെ ഫിക്സ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്നു അതുപോലെ ഇടതുവശത്തെ മാർജിനൽ സ്റ്റോപ്പ് ക്യാരേജിൻ്റെ എങ്ങോട്ടുള്ള മൂവ്മെൻറ്റിനെയാണ് നിയന്ത്രിക്കുന്നത് വലതോടുള്ള മൂവ്മെൻറ്റിനെയാണ് നിയന്ത്രിക്കുന്നത് അതുപോലെ വലതുവശത്തെ റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് ക്യാരേജിൻ്റെ ഇടതുവശത്തേക്കുള്ള മൂവ്മെൻറ്റിനെയാണ് നിയന്ത്രിക്കുന്നത് അല്ലേ അതുപോലെ നോക്കാം ബെൽ സൗണ്ട് എവിടെ കേൾക്കണം നമ്മൾ ടൈപ്പ് ചെയ്ത് തീരാറാകുമ്പോൾ കേൾക്കണം നോക്ക് വലതുവശം എത്താറാകുമ്പോൾ കേൾക്കണം അല്ലേ കാരണം എന്താണ് അവിടെയാണ് വലതുവശത്തെ മാർജിൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ബെൽ സൗണ്ട് കേൾക്കുന്നതിന് നമ്മളെ എയ്ഡ് ചെയ്യുന്ന നമ്മളെ സഹായിക്കുന്ന ആ മാർജിൻ സ്റ്റോപ്പ് ഏതാണ് റൈറ്റ് മാർജിൻ സ്റ്റോപ്പാണ് പോകത്തില്ല അപ്പോൾ നമ്മൾ ബെല്ല് സൗണ്ട് കേൾക്കുമെന്ന് പറഞ്ഞല്ലേ ഇനി ബെല്ലിനെ കുറിച്ച് പഠിക്കണം എന്താണ് ടൈപ്പ് റൈറ്റർ ബെൽ അത് എവിടെയാണ് കാണപ്പെടുന്നത് ബെൽ ഈസ് ഫിക്സ്ഡ് ബിഹൈൻഡ് ദ ടൈപ്പ് റൈറ്ററിൻ്റെ ബേക്കിലായിട്ടാണ് ബെല്ല് വെച്ചിരിക്കുന്നത് നോക്കാം ടൈപ്പ് റൈറ്ററിൻ്റെ പുറകു ഭാഗത്തായിട്ടാണ് ബെല്ല് വെച്ചിരിക്കുന്നത് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ദ ബെൽ റിംഗ്സ് ഇൻ എ ടൈപ്പ് റൈറ്റർ 5 spaces ബിഫോർ ദ റൈറ്റ് മാർജിൻ സ്റ്റോപ്പ് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് റൈറ്റ് മാർജിൻ സ്റ്റോപ്പിലേക്ക് എത്താറായി എന്ന് നമ്മളെ അറിയിക്കുന്നതിനുള്ള അലാറമാണ് ബെല്ല് ഓക്കെ നമ്മൾ അറിയിക്കുന്നതിനുള്ള അലാറമാണ് ബെല്ല് ഓക്കെ അത് എപ്പോ ശ്രദ്ധിക്കുക 5 സ്പേസ് ബിഫോർ ആണോ ആഫ്റ്റർ ആണോ ബിഫോർ ആയേ മതിയാകൂ മാർജിൻ സ്പേസ് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ബെല്ലടിച്ചുള്ള കാര്യമുണ്ടോ ഇല്ല ഓപ്ഷനിൽ വരുന്ന ബിഫോർ ആണോ ആഫ്റ്റർ ആണോ 5 സ്പേസ് ബിഫോർ 5 സ്പേസ് ആഫ്റ്റർ ചോദിച്ചാട്ടോ പ്രീവിയസ് ചോദിച്ചതാ അപ്പോൾ എന്താണ് ചോദിച്ചത് 5 സ്പേസ് ബിഫോർ ദ റൈറ്റ് മാർജിൻ സ്റ്റോപ്പ് 5 സ്പേസ് ആഫ്റ്റർ റൈറ്റ് മാർജിൻ സ്റ്റോപ്പ് അതുപോലെ 5 സ്പേസ് ബിഫോർ ലെഫ്റ്റ് മാർജിൻ സ്റ്റോപ്പ് 5 സ്പേസ് ആഫ്റ്റർ ലെഫ്റ്റ് മാർജിൻ സ്റ്റോപ്പ് പഠിച്ചവനും ഒന്നിരുന്ന് കറങ്ങും അയ്യോ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ആദ്യം റൈറ്റ് അത് കണ്ടുപിടിക്കുക ബിഫോർ ആണോ ആഫ്റ്റർ ആണോ അത് കണ്ടുപിടിച്ചിട്ട് ഉത്തരം എഴുതുക ഇത്രയും കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ന് കൊണ്ട് ബി കുത്തിയാൽ തീർന്നില്ലേ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക
അപ്പോൾ ബെൽ എവിടെയാ ഫിക്സ് ചെയ്തിരിക്കുന്നത്? ബെൽ ഈസ് ഫിക്സ്ഡ് ബിഹൈൻഡ് ദ ടൈപ്പ് റൈറ്റർ. അതുപോലെ ദ ബെൽ റിങ്സ് ഇൻ എ ടൈപ്പ് റൈറ്റർ 5 സ്പേസ് ബിഫോർ ദ റൈറ്റ് മാർജിൻ സ്റ്റോപ്പ്. റൈറ്റ് മാർജിൻ സ്റ്റോപ്പിനേക്കാളും 5 സ്പേസ് മുന്നേ. അത് കഴിഞ്ഞാൽ, അതായത് ബെല്ലടിച്ചു കഴിഞ്ഞാൽ പിന്നെ 5 സ്പേസും കൂടെ ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലമേ നിങ്ങൾക്ക് ഉള്ളൂ എന്ന വാണിംഗ് ആണ് ഈ ബെല്ല്. ഓക്കെ, നോക്കാം. ബെല്ല് റിങ് ചെയ്യുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ നോക്കാം. ഇഫ് ബെൽ റിങ്സ് ഹിറ്റ് ക്യാരേജ് റിട്ടേൺ ലിവർ ഫിനിഷിംഗ് കറണ്ട് വേർഡ്. അതായത് ബെല്ലടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കുക. എന്ത് ചെയ്യണം? നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേർഡ് ഫിനിഷ് ചെയ്തിട്ട് ക്യാരേജ് റിട്ടേൺ അമർത്തണം. അപ്പോൾ അടുത്ത ലൈൻ പിടിക്കാൻ പറ്റും അല്ലേ? അടുത്ത ലൈൻ പിടിക്കാൻ പറ്റും. ഇനി നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലൊരു വാക്കാണ് ഹൈഫണേറ്റ്. HYPH ആകുമ്പോൾ 5 സ്പേസ് ആയല്ലേ? 5 അല്ല 4, ഈ കൂടെ 5 ആയി. അപ്പോൾ എന്ത് ചെയ്യണം? വളരെ നീളമുള്ള ഒരു വാക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഹൈഫണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാർജിൻ റിലീസ് ചെയ്തുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം അല്ലേ? ഒന്നുകിൽ മാർജിൻ റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈഫണേറ്റ് ചെയ്യാം. ഹൈഫണേറ്റ് ചെയ്യുന്നതാണ് പലപ്പോഴും നല്ലത്, കാരണം കറക്റ്റായിട്ട് നമുക്ക് ആ മാർജിൻ കിട്ടും. ഒരുപാട് വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷനും ആൾക്കാർ സ്വീകരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഓപ്ഷൻസ് ഇത് ഓർത്ത് വയ്ക്കുക, കാരണം ഇനി ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഇഫ് കറണ്ട് വേർഡ് ഈസ് ടു ലോങ് വാട്ട് വി ക്യാൻ ഡു? താഴെ ഓപ്ഷനിൽ വി ക്യാൻ ഹൈഫണേറ്റ് ഇറ്റ്, വി ക്യാൻ യൂസ് മാർജിൻ റിലീസ് അല്ലേ? അല്ലേടെ വേറെ എന്തെങ്കിലും ഓപ്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. എന്തൊക്കെയാണ്? ബെല്ല് എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? എന്ന ടൈപ്പ് റൈറ്ററിൻ്റെ ബിഹൈൻഡ് ബാക്കിലാണ്. അതുപോലെ 5 സ്പേസ് ബിഫോർ റൈറ്റ് വലതുവശത്തെ മാർജിൻ സ്റ്റോപ്പിന് 5 സ്പേസ് മുന്നെയാണ് ബെല്ല് റിങ് ചെയ്തത്, മറന്നു പോകരുത്. ഓക്കെ, അതുപോലെ ബെൽ റിങ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ കറണ്ടിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന വേർഡ് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാരേജ് റിട്ടേൺ വലിച്ചിട്ട് അടുത്ത വര പിടിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ പാർട്സ് നോക്കാം. പാർട്സ് എന്തൊക്കെയാണ്? ബെൽ ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? നമ്മുടെ റൈറ്റ് മാർജിൻ സ്റ്റോപ്പ് എത്താറായി, അവിടെ ചെറിയൊരു റിഡ്ജ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്? ക്യാരേജ് റാക്കിലാണ് ഈ റിഡ്ജ് ഉണ്ടാവുക. ആ റിഡ്ജ് വരുമ്പോഴത്തേക്കും അതിലോട്ട് ഈ ക്യാരേജ് ഒന്ന് കയറും. കയറുമ്പോഴത്തേക്ക് അതിൻ്റെ പവർ വെച്ചിട്ട് എന്താ? ബെൽ ഹാമർ. കണ്ടോ, ഇതാണ് ബെൽ കപ്പ്. ഇതാണ് കേട്ടോ ബെൽ കപ്പ്. സൈക്കിളിൻ്റെ ബെല്ല് പോലെ ഇരിക്കുന്നത് കണ്ടോ നിങ്ങൾ? ബെൽ കപ്പ്. ഇതാണ് ബെൽ ഹാമർ. കണ്ടോ, ബെൽ ഹാമർ, ബെല്ലടിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഹാമർ. അപ്പോൾ ഈ ബെൽ കപ്പിലേക്ക് ബെൽ ഹാമർ അടിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇത് ചോദിച്ചിട്ടുണ്ട്? എന്താണ്? ഇത് നമ്മുടെ ടൈപ്പ് റൈറ്റർ ബെല്ലിൻ്റെ ഭാഗമല്ലാത്തത് അല്ലെ, അതുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ഏത് സാധനം ചോദിച്ചിട്ടുണ്ട്. ഉത്തരം അതിനകത്ത് വന്നിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു? ബെൽ ട്രിപ്പ്, ബെൽ കപ്പ്, ബെൽ ഹാമർ. ഇതൊക്കെയാണ് വെച്ചാൽ ഒരു സംഭവം കൂടെ എക്സ്ട്രാ തന്നിട്ട് ചോദിച്ചു. ആ ക്വസ്റ്റൻ നമുക്ക് പരിചയപ്പെടാം, അവസാനം പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ടൈപ്പ് റൈറ്റർ ബെല്ല്. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെയാണ്. ഇനി നമുക്ക് കുറച്ച് അബ്രിവേഷൻസ് നോക്കാനുണ്ട്. അതിന് മുന്നേ ഈ 2 കാര്യം ഒന്നും കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. നോക്കട്ടെ, മാർജിനൽ സ്റ്റോപ്പ് 2 എണ്ണമുണ്ട്, ഇടതും വലതും അല്ലേ? ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഇൻ ദ മാർജിൻ റാക്ക്. മാർജിൻ റാക്കിലാണ് എന്ത്? മാർജിനൽ സ്റ്റോപ്പ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് മാർജിൻ സ്റ്റോപ്പ് എന്തിനു സഹായിക്കുന്നു? ഇടതുവശത്തെ മാർജിൻ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നു. വലതുവശത്തെ മാർജിൻ സ്റ്റോപ്പ് എന്തിനു സഹായിക്കുന്നു? വലതുവശത്തെ മാർജിൻ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നു. ഇനി ഇടതുവശത്തെ ലെഫ്റ്റ് മാർജിൻ സ്റ്റോപ്പ് എന്തിനാണ് നിയന്ത്രിക്കുന്നത്? ക്യാരേജിൻ്റെ വലതോട്ടുള്ള മൂവ്മെൻറ്റിനെ നിയന്ത്രിക്കുന്നു. അതേസമയം റൈറ്റ് മാർജിൻ സ്റ്റോപ്പ് ക്യാരേജിൻ്റെ ഇടതോട്ടുള്ള മൂവ്മെൻറ്റിനെ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇനി നോക്കാം. ടൈപ്പ് റൈറ്റർ ബെൽ ഈസ് ഫിക്സ്ഡ്. ഇതെവിടെയാണ് വരുന്നിരിക്കുന്നത്? ടൈപ്പ് റൈറ്ററിൻ്റെ ബാക്കിലാണ്. അതുപോലെ 5 സ്പേസിന് മുന്നേ, വലതുവശത്തെ മാർജിൻ സ്റ്റോപ്പ് എത്തുന്നതിന് 5 സ്പേസ് മുന്നെയാണ് എന്ത് അടിക്കേണ്ടത്? നമ്മുടെ ഈ ടൈപ്പ് റൈറ്റർ ബെൽ അടിക്കുന്നതല്ലേ? അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാരേജ് റിട്ടേൺ വലിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ലൈൻ പിടിക്കണം. അതുപോലെ എന്താണ്? നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേർഡ് കൂടുതൽ ലെങ്തി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈഫണേറ്റ് ചെയ്യാം അല്ലേ? ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട പാർട്സ് നോക്കാം. ബെൽ ട്രിപ്പ്, ബെൽ കപ്പ്, ബെൽ ഹാമർ. ബെൽ ട്രിപ്പ്, ബെൽ കപ്പ്, ബെൽ ഹാമർ. ട്രിപ്പ് ആവുക കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ട്രിപ്പ് ആവുക എന്നുള്ളത് നമ്മുടെ അത് എവിടെയാണ് നിങ്ങൾ ട്രിപ്പ് ആവുന്നത് കേട്ടിട്ടുള്ളത്? ഇപ്പോൾ നമ്മുടെ ELCB ഉണ്ടല്ലേ, ഇലക്ട്രോണിക് സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്. അതായത് നമ്മുടെ ഓവർലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ പണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് ഫ്യൂസ് കത്തിപ്പോകുമായിരുന്നു. ഇപ്പോൾ ഫ്യൂസൊന്നും അല്ല, ഫ്യൂസ് കത്തിപ്പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും? കണക്ഷൻ ട്രിപ്പ് ആവും. അപ്പോൾ ആ ട്രിപ്പ് ഒരു പവർ അങ്ങോട്ട് കൊടുക്കുന്ന അതുപോലെ ട്രിപ്പ് അല്ലേ? ബെൽ ട്രിപ്പ് അവിടെ ഉണ്ട്. ബെൽ ട്രിപ്പ് അവിടെ ഉണ്ട്. മറന്നു പോകരുത്. ബെൽ ട്രിപ്പ്, ബെൽ കപ്പ് മറക്കൂല. കാര്യം എന്താ? നമുക്ക് കാണാം സൈക്കിൾ ബെല്ലുള്ള ബെൽ കപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ബെൽ ഹാമറും മറക്കൂല നമ്മളല്ലേ? എന്താ കാരണം? ബെൽ അടിക്കണം, ടിങ് അടിക്കണം അല്ലേ? ടിങ് അടിക്കണം. യെസ്. അപ്പോൾ ബെൽ കപ്പും ബെൽ ഹാമറും മറക്കൂല. ബെൽ ട്രിപ്പാണ് നമുക്ക് ഓർത്തിരിക്കേണ്ട മറ്റൊരു പാർട്ട് എന്ന് പറയുന്നത്. ടൈപ്പ് റൈറ്ററിൻ്റെ ബെല്ല് ശ്രദ്ധിക്കുക. ടൈപ്പ് റൈറ്ററിൻ്റെ ബെല്ല്. ഇനി നമുക്ക് കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അബ്രിവേഷൻസ് നോക്കാം. AC
AC അക്കൗണ്ട് 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 ഇത് നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടും എഴുതിയിട്ടൊക്കെ ഉണ്ടാവും അല്ലേ. അക്കൗണ്ട് AC അക്കൗണ്ട്. അതുപോലെ ANNY എന്ന് പറയുന്നത് ആന്വിറ്റി വാർഷിക പലിശ ആന്വിറ്റി അല്ലേ. വാർഷിക ആന്വിറ്റി ANNY ആന്വിറ്റി മറക്കല്ലേ. ആന്വിറ്റി മറക്കല്ലേ. ATTY അറ്റോർണി ജനറൽ എന്ന് കേട്ടില്ലേ നിങ്ങൾ. അറ്റോർണി ജനറൽ ഇല്ലടെ. അറ്റോർണി ജനറൽ എന്ന് കേട്ടിട്ടുണ്ട്. അതാണ് ATTY അറ്റോർണി. അപ്പോൾ ഏതൊക്കെയാണ് ഒന്നും കൂടെ നോക്കാം. AC അക്കൗണ്ട്, ANNY ആന്വിറ്റി, ATTY അറ്റോർണി. എന്ത് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വ്യക്തമായിട്ട് കളർ സെൻസോടുകൂടി നിങ്ങൾക്കിത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കളർ സെൻസോടുകൂടി നിങ്ങൾക്ക് അബ്രിവിയേഷൻസ് ഓർത്തിരിക്കാൻ കഴിയും. അബ്രിവിയേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? എന്തായിരിക്കും? മറന്നു പോവുകയല്ല, നമുക്ക് മാറിപ്പോകും അല്ലേ. ജിയോ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഗവൺമെൻറ് ഓർഡർ വളരെ സിമ്പിൾ. അതിനോട് ബന്ധപ്പെട്ട് വേറൊരു സാധനം കാണിച്ചാൽ നമുക്ക് പെട്ടെന്ന് മാറിപ്പോകും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കളർ സെൻസ് ഉപയോഗിക്കുക. നിങ്ങൾ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതും ടൈപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ അബ്രിവിയേഷൻസ് അല്ലേ. നമുക്കതൊരു ബുക്ക്ലെറ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. അത് എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ വേണ്ട, ഈ നമ്മുടെ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലേ, അപ്പോൾ ഓരോ ക്ലാസ്സിലും എത്ര അബ്രിവിയേഷൻ തരുന്നു അത്രയും അബ്രിവിയേഷൻസ്. ഓരോ ക്ലാസ്സിലും എത്ര അബ്രിവിയേഷൻ തരുന്നു അത്രയും അബ്രിവിയേഷൻസ്. നിങ്ങൾ ഇത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതി ഒറ്റ ചാർട്ടാക്കിയാൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് മിക്സപ്പ് ആയിട്ട് തരുന്നത്. ശ്രദ്ധിക്കുക, മിക്സപ്പ് ആയിട്ട് ശ്രദ്ധിക്കണേ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യം AC എന്ന് എഴുതുക. അതിന് ശേഷം അക്കൗണ്ട് എന്ന് എഴുതുക. എന്നിട്ട് അത് വരയിട്ട് തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത സ്കെച്ച് പെൻ എടുക്കുക. മഞ്ഞ കളർ എടുക്കണ്ട, പച്ച എടുക്കുക. മഞ്ഞ കളർ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ANNY എഴുതുക. അത് കഴിഞ്ഞിട്ട് ആന്വിറ്റി എന്ന് എഴുതുക, വരയിടുക. അതുപോലെ ഇനി അടുത്ത കളർ എടുക്കുക, ബ്ലാക്ക്. ATTY എന്ന് എഴുതുക, അറ്റോർണി എന്ന് എഴുതുക, വരയിടുക. ഇങ്ങനെ നിങ്ങൾ എഴുതി ഭിത്തിയിൽ വെക്കുക. അങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളർ സെൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? കളർ സെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കളർ എടുക്കുക. മനസ്സിലായോ? ഒരു കളർ അതിൻ്റെ അടുത്ത് ബന്ധമില്ലാത്ത കളർ പരീക്ഷാ പേപ്പർ വരുമ്പോഴത്തേക്കും നമുക്ക് കളർ വെച്ച് നിങ്ങൾക്ക് ഓർമ്മയിരിക്കും. നിങ്ങളുടെ ഓർമ്മയിൽ അതിരിക്കും. ഞാൻ പിന്നെ രണ്ടാമത്തെ ക്ലാസ്സിലും പറയാൻ കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചെയ്തവന് മാർക്ക് കിട്ടും. നിങ്ങൾ വളരെ കുറച്ച് സമയം മാത്രമേ ഇതിനു വേണ്ടി ചിലവാക്കത്തുള്ളൂ. നിങ്ങൾ പഠിക്കാൻ വേണ്ടി സമയമേ ചിലവാക്കണ്ട. ചെയ്യുക, ഒട്ടിക്കുക. ഒരു മാർക്കാണ്. ആ ഒരു മാർക്ക് മതി, ഒറ്റ മാർക്ക് മതി ജീവിതം മാറാൻ. ഓക്കെ ആണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. FRD ഫോർവേഡ്. ഐ ആം ഹിയർ വിത്ത് ഫോർവേഡിങ് മൈ റിക്വസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ? യെസ്, അത് തന്നെ ഫോർവേഡ്. FRD ഫോർവേഡ്. അതുപോലെ HR. എന്താണ് HR? ഹിയർ ഇതിനെല്ലാം ഇത് കേൾക്കുക എന്നുള്ള ഹിയർ ആണ്. ഇത് കേൾക്കുക എന്നുള്ളത് ഇത് ഇവിടെ. ഐ ആം ഹിയർ വിത്ത് ഫോർവേഡിങ്. നോക്ക്, ഐ ആം ഹിയർ വിത്ത് ഫോർവേഡിങ് മൈ റിക്വസ്റ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ. നോക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. എന്താണ്? ഐ ആം ഹിയർ ഹിയർ വിത്ത് ഫോർവേഡിങ്. നമ്മൾ FRD എന്ന് എഴുതി അല്ലേ. ഫോർവേഡിങ് മൈ ആപ്ലിക്കേഷൻ എന്നാ വരുന്നത്? ഫോർവേഡ് മൈ ആപ്ലിക്കേഷൻ. APPLN എന്ന് എഴുതിയ എന്താ? ആപ്ലിക്കേഷൻ്റെ അബ്രിവേഷനാണ്. ആപ്ലിക്കേഷൻ്റെ കണ്ടോ, ഇവിടെ 3 അബ്രിവേഷൻ. ഐ ആം ഹിയർ വിത്ത് ഫോർവേഡിങ് മൈ ആപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ HR എന്താണ്? ഹെയർ അല്ലേ. ഇതിനെല്ലാം HR ഉപയോഗിക്കും. നോ ഓർഡർ, ഉത്തരവില്ല അല്ലേ. ഇല്ലാത്ത ഉത്തരവ്. നോ ഓർഡർ, നോ ഓർഡർ. ഓക്കെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം NP, നെക്സ്റ്റ് പാരഗ്രാഫാണ് NP എന്ന് പറഞ്ഞാൽ. അതുപോലെ APLN ഞാൻ നേരത്തെ പറഞ്ഞു, ആപ്ലിക്കേഷൻ അല്ലേ. അപ്രോക്സിമേറ്റ്ലി അതൊന്നും മാറിപ്പോകത്തില്ല നമുക്ക്. NP നെക്സ്റ്റ് പാരഗ്രാഫ് അല്ലേ, അതൊന്നും മാറിപ്പോകത്തില്ല. ആപ്ലിക്കേഷൻ അത് മാറിപ്പോകത്തില്ല. അപ്രോക്സ് അത് മാറിപ്പോകത്തില്ല. മാറിപ്പോകുന്നു മാത്രം നിങ്ങൾ എഴുതിയാലും മതി കേട്ടോ. മാറിപ്പോകും നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യം മാത്രം എഴുതിയാൽ മതി. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഓർമ്മ കാണും. പക്ഷേ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഓർമ്മ കാണും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഇത് കാണുമ്പോഴത്തേക്കും അതാണോ ഇതാണോ എന്ന് വർണ്ണത്തിൽ ആശങ്ക വരും. അത് വരാൻ പാടില്ല. അത് വരാൻ പാടില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഈ സാധനങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം.
നമ്മൾ അറിയാതെ ഒരു വിഷ്വൽ ഇമ്പാക്റ്റിലൂടെ നമ്മളെ മനസ്സിലുറപ്പിക്കാനുള്ള മെത്തേഡാണ് ഞാൻ 2 ക്ലാസ്സിലായിട്ട് പറഞ്ഞു തരുന്നത്. അതനുസരിക്കുക നിങ്ങൾ, അതുപോലെ ചെയ്യുക. ഓക്കെ, അതുപോലെ HYD ഹൈദരാബാദ്, HYD ഹൈദരാബാദ്, ഇങ്ങനെ മൊത്തം 10 എണ്ണമാണ് നമ്മളിപ്പോൾ ഇന്നത്തെ അബ്രിവേഷൻ നോക്കിയിട്ടുള്ളത്. അബ്രിവേഷൻ ക്ലാസ്സിൻ്റെ എല്ലാ റിവിഷൻ നമ്മൾ നോക്കി, മൊത്തം 2 പാർട്ട് പഠിച്ചു, അതുപോലെ നമുക്ക് 10 അബ്രിവേഷൻ പഠിച്ചു. അപ്പോൾ നമുക്കിനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകാതെ. മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒന്നാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ, ഹൗ മെനി മാർജിനൽ സ്റ്റോപ്സ് ആർ ദെയർ ഇൻ എ ടൈപ്പ് റൈറ്റർ? എന്താ ഉത്തരം? 2 എണ്ണം, ഇടതും വലതും അല്ലേ, വലതും ഇടതും. അത് മറന്നു പോകത്തില്ല, മാറിപ്പോകത്തില്ല. ഇനി നോക്കാം, മാർജിനൽ സ്റ്റോപ്സ് ആർ ഫിക്സ്ഡ്. എവിടെയാ മാർജിനൽ സ്റ്റോപ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? കാരേജ് റാക്കിലാണോ മാർജിനൽ റാക്കിലാണോ? മാർജിനൽ റാക്കിലാണ് എന്താ മാർജിനൽ സ്റ്റോപ്സ് ഫിക്സ് ചെയ്തിരിക്കുന്ന കാര്യം മനസ്സിലാക്കുക. എന്താണ് മാർജിനൽ സ്റ്റോപ്സ് എവിടെയാ ഫിക്സ് ചെയ്തിരിക്കുന്നത്? മാർജിനൽ റാക്കിലാണ് മാർജിനൽ സ്റ്റോപ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ് കൺട്രോൾസ് ഡാഷ് മൂവ്മെന്റ് ഓഫ് കാരിയേജ്. ഇടതുവശത്തെ മാർജിനൽ സ്റ്റോപ്പ് കാരേജിന്റെ ഏത് മൂവ്മെന്റാണ് നിയന്ത്രിക്കുന്നത്? എങ്ങോട്ടുള്ള? എന്താണ്? മൂവ്മെന്റ് ടുവാർഡ്സ് റൈറ്റ് അല്ലേ, വലതുവശത്തേക്കുള്ള മൂവ്മെന്റിനെയാണ് എന്താ ഇടത് മാർജിനൽ സ്റ്റോപ്പ് നിയന്ത്രിക്കുന്നത് അല്ലേ, അല്ലേടെ ആണ്. അപ്പോൾ ഇനി നോക്കാം, റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് കൺട്രോൾസ് ഡാഷ് മൂവ്മെന്റ്. എന്താണ്? ഇടതുവശത്തേക്കുള്ള മൂവ്മെന്റിനെയാണ് റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് നിയന്ത്രിക്കുന്നത്. മറന്നു പോകില്ല. അപ്പോൾ നോക്കാം, വിച്ച് മാർജിനൽ സ്റ്റോപ്സ് എയ്ഡ്സ് പ്രൊഡ്യൂസിങ് ബെൽ അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ. ഒരു ലൈനിന്റെ അവസാനം ബെൽ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന മാർജിനൽ സ്റ്റോപ്പ് ഏതാണ്? റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് ആണ്. ബി ആണ് ഉത്തരം. ഇനി നമുക്ക് അടുത്ത മോഡൽ ക്വസ്റ്റ്യനിലേക്ക് പോകാതെ. ദ ബെൽ റിംഗ്സ് ഡാഷ് ദ റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ്. എവിടെ വെച്ചിട്ടാണ്? ഇവിടെ മാർജിനൽ സ്റ്റോപ്പിന്റെ അടുത്ത് എങ്ങനെ എത്തുമ്പോഴാണ് ബെല്ല് അടിക്കുന്നത്? 5 സ്പേസ് ആഫ്റ്റർ 5 സ്പേസ് ബിഫോർ 5 വേർഡ്സ് ആഫ്റ്റർ 5 വേർഡ്സ് ബിഫോർ. എന്താണ്? സ്പേസ് ആണല്ലേ, സ്പേസ് ആണ്. 5 വേർഡ് എന്ന് പറയുമ്പോൾ കുറേ വരും അല്ലേ. അപ്പോൾ എന്താണ്? 5 സ്പേസ് ബിഫോർ. മറന്നു പോകില്ലല്ലോ നിങ്ങൾ. അതുപോലെ ഫൈൻഡ് ഔട്ട് ദ പാർട്സ് ഓഫ് എ ടൈപ്പ് റൈറ്റർ ബെൽ ഫ്രം ബിലോ. എന്തൊക്കെയാണ്? ബെൽ ട്രിപ്പ്, ബെൽ ഹാമർ, ബെൽ കപ്പ് എല്ലാം വരുന്നുണ്ടല്ലേ. ഓൾ ഓഫ് ദ എബോൺ ഉത്തരം അല്ലേ. ഇനി നമുക്ക് ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് നാളിതുവരെ ചോദിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പരിചയപ്പെടണം. അപ്പോൾ നോക്കാം, എന്താണ്? ടൈപ്പിസ്റ്റ് റിപ്പോർട്ടർ ഗ്രേഡ് ഇട്ടു, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് 2023 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. നോക്കാം, ദ ബെൽ റിംഗിങ് സൈൻ ഗിവൺ ബൈ ദ ടൈപ്പ് റൈറ്റർ ഈസ് ടു ഇൻഫോം യു ദാറ്റ്. അതായത് ബെൽ റിംഗിങ് സൗണ്ട് കേട്ടാൽ നിങ്ങൾ എന്ത് ഇൻഫോർമേഷൻ എടുക്കണം അതിൽ നിന്നും? ദ ലൈൻ യു ആർ ടൈപ്പിംഗ് ഈസ് അപ്രോച്ചിങ് ടു ബി ഫിനിഷിംഗ് പോയിന്റ്. അതിനാണ് ഉത്തരം അല്ലേ. വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതിനാണ് ഉത്തരം. എന്താണ്? എ ആണ് ഉത്തരം. ദ ലൈൻ യു ആർ ടൈപ്പിംഗ് ഈസ് അപ്രോച്ചിങ് ഫിനിഷിംഗ് പോയിന്റ്. നിങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈൻ ഫിനിഷിംഗ് പോയിന്റിൽ എത്താറായി. ഓക്കെ, താഴെ ഒരു സിയിൽ ഒരു ഓപ്ഷൻ തന്നിരിക്കുകയാണെന്ന് വെച്ചോളൂ. എന്താണ്? ദ ലൈൻ യു ആർ ടൈപ്പിംഗ് ഈസ് റീച്ചിങ് ദ റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് എന്നും വെച്ചിരിക്കുന്നു. അപ്പോൾ ബോത്തും 2 ശരിയായിട്ട് വരും അല്ലേ. ഓക്കെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്ഷൻ വരും കേട്ടോ. നമ്മളെ കുഴപ്പിക്കും. വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, പക്ഷേ ഓപ്ഷൻ ഒന്നും നമ്മളെ കുഴപ്പിച്ചളയും. നോക്കാം, ഫോർ പ്രൊഡ്യൂസിങ് ബെൽ സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ ഡാഷ് ഈസ് യൂസ്ഡ്. എന്താണ്? റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് ആണല്ലേ. റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബെൽ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് അല്ലേ ആണ്. അതുപോലെ ദ ബെൽ റിംഗ്സ് ഇൻ ടൈപ്പ് റൈറ്റർ. അപ്പോൾ 5 സ്പേസ് ആഫ്റ്റർ ആണോ? അല്ല. 5 സ്പേസ് ബിഫോർ ആണോ? യെസ്, ബിഫോർ ആണ്. ഏതിൻ്റെ? വലതാണോ ഇടതാണോ? വലത് മാർജിൻ സ്റ്റോപ്പ് അല്ലേ. വലത് മാർജിൻ സ്റ്റോപ്പിന്റെ 5 സ്പേസ് ബിഫോർ ആണ് ബെൽ റിംഗ് ചെയ്യുന്നത്. സ്റ്റെനോഗ്രാഫർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ വിച്ച് പാർട്ട് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് ദ ബെൽ. നമുക്ക് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ, ബെൽ ട്രിപ്പ്, ബെൽ ഹാമർ, ബെൽ സ്റ്റോപ്പർ അല്ലേ, ബെൽ കപ്പ്. എന്താണ്? ബെൽ കപ്പ് ഉണ്ട്, ബെൽ ഹാമർ ഉണ്ട്, ബെൽ ട്രിപ്പ് ഉണ്ട്. സി ആണ് എന്താ കണക്ഷൻ ഇല്ലാത്തതല്ലേ. എന്താണ്? സി ആണ് ഉത്തരം. 2014 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതാണ് ഈ രീതിയിൽ നമ്മൾ പഠിച്ചു പോവുക. ഈ രീതിയിൽ നമ്മൾ പഠിച്ച് നമ്മളെ മനസ്സിൽ കാര്യങ്ങൾ ഉറപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, യു ആർ ഗോയിങ് ടു റീച്ച് ദെയർ. ഓക്കെ, അപ്പോൾ ഈ 10 മാർക്ക് നിങ്ങൾക്ക് മേടിച്ച് തരിക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വം. അത് പൂർണ്ണമായിട്ടും അത് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യും. എങ്ങനെ? എല്ലാ പാർട്ടിനെക്കുറിച്ചും അടിസ്ഥാനപരമായ വിവരം നിങ്ങൾക്ക് തരിക, അതുപോലെ അത് ക്ലിയർ കട്ടായിട്ട് തരിക, അതിനകത്തുണ്ടാകാൻ പറ്റുന്ന സംശയങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കൺഫ്യൂഷൻസ് നമുക്ക് കട്ട് ചെയ്യുക. എപ്പോഴും PSC പഠനമെന്ന് പറയുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക, അത് കട്ട് ചെയ്യുക. ആ കൺഫ്യൂഷൻ കട്ട് ചെയ്യുന്നിടത്താണ് നമ്മുടെ വിജയം. പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ നമുക്ക് സംശയം കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സംശയം കട്ട് ചെയ്ത് പോവുക, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക, മോഡൽ ക്വസ്റ്റ്യൻസ് പിന്നെയും ക്രിയേറ്റ് ചെയ്തും വർക്കൗട്ട് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സും നമ്മുടെ പ്രവർത്തനവും. ഈ പ്രവർത്തന രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ
ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, യു ആർ ഗോയിങ് ടു റീച്ച് ദെയർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.